ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മിശ്രവിവാഹം വചനാനുസൃതമാണോ? ഒരു വിശ്വാസിക്ക് മിശ്രവിവാഹം അനുവദനീയമാണോ? ദൈവത്തിൻ്റെ വചനം ഇതേപ്പറ്റി എന്താണ് പറയുന്നത്? ഒരുപക്ഷെ മക്കളുടെയൊക്കെ പിടിവാശിയുടെ മുമ്പിൽ, തെറ്റായ തീരുമാനങ്ങളുടെ മുമ്പിൽ, പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മിശ്രവിവാഹം കഴിച്ച് ജീവിക്കുന്ന മക്കളുണ്ടാകാം. ഒരുപക്ഷെ അതിനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരമ്മ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറഞ്ഞത്, അച്ഛാ, എൻ്റെ മകൾക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മകളുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അവൾ മിശ്രവിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. പല മാതാപിതാക്കളുടെയും വല്ലാത്ത ഒരു വേദനയാണ് മക്കൾ ഇങ്ങനെയുള്ള ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരിയേറെ പല മാതാപിതാക്കളും വേദനിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. അവിടെ സങ്കടം ഈശോയെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്താണ്. ഒരുപക്ഷെ ചിലരൊക്കെ ചോദിക്കാം, കാലം മാറിയില്ലേ, ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് പറയേണ്ടത്? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്തോട്ടെ. അവരൊക്കെ എന്തിനാണ് മതത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളിങ്ങനെ വിവാഹ ജീവിതത്തിൽ വിഭജനം കൊണ്ടുവരേണ്ടത്? അങ്ങനെ ചോദിക്കുന്ന ദൈവ പൈതലെ, ഈശോ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യത്തിൽ, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നുപോകില്ല എന്നാണ് ഈശോ പറയുന്നത്. ഈ വചനം ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിക്കണേ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികന്മാരുടെ ഗോത്രത്തിൽ നിന്നു മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. ദൈവവചനം മിശ്രവിവാഹത്തെ അംഗീകരിക്കുന്നില്ല. മിശ്രവിവാഹം ചെയ്ത് നിങ്ങൾ വഞ്ചിതരാകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ചോരത്തിളപ്പിൽ, ചെറുപ്പത്തിൻ്റെ അവിവേകത്തിൽ തലം മറന്ന് എണ്ണ തേക്കരുതെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണെന്നാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പ്രബോധനങ്ങളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് തള്ളിപ്പറയുവാൻ ഉള്ളൊരു പ്രവണത ഇന്ന് കൂടി വരുമ്പോൾ മിശ്രവിവാഹങ്ങളും ലിവിങ് ടുഗദറുമൊക്കെ ഇന്ന് വർദ്ധിക്കുകയാണ്. വിവാഹം എന്ന ആ സമ്പ്രദായത്തോട് ഈ യുവതലമുറയ്ക്ക് ഇന്ന് യോജിക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇന്ന് പെരുകി വരുന്നുണ്ട്. അഹങ്കാരം വിനാശത്തിന് കാരണമാകുമെന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സോളമൻ എന്ന രാജാവിൻ്റെ ജീവിതം നിങ്ങൾ നോക്കൂ. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നതിലധികമായിട്ട് ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകുമെന്ന്. ദൈവം എല്ലാ സമ്പത്തും
പ്രശസ്തിയും നൽകി സോളമനെ അനുഗ്രഹിച്ചത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവൻ്റെ എല്ലാ പ്രതാപവും ഐശ്വര്യവും കെട്ടുപോകുന്നുണ്ട്. സോളമന്റെ ഐശ്വര്യവും പ്രതാപവും കെട്ടുപോകുവാനുള്ള പ്രധാന കാരണമായിട്ട് ഈ വിശുദ്ധ ബൈബിൾ പറയുന്നത് അവൻ മിശ്രവിവാഹം ചെയ്തു എന്നുള്ളതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു, അവരെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്ത വിദേശികളായ അന്യദേവനെ ആരാധിക്കുന്ന ഭാര്യമാർ സോളമന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചുവെന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ? ഈ ഒരു ചോദ്യം നമ്മൾ ഇന്ന് പൊതുവായിട്ട് കേൾക്കാറുണ്ട്. ഈ ഒരു മിശ്രവിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആരെ കെട്ടിയാലും എന്താ, മനപ്പൊരുത്തമല്ലേ പ്രാധാന്യം? എനിക്കിഷ്ടമുള്ളവനെ ഞാൻ വിവാഹം കഴിക്കും, എന്നെ ആരും ഉപദേശിക്കേണ്ട, ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ഒത്തിരി സഹോദരങ്ങൾ പറയുന്നതും കേട്ടിട്ടുണ്ട്. എന്നാൽ വചനം എന്താണ് പഠിപ്പിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രവാചകൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതമെന്നാണ് പ്രവാചകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു: അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായിട്ട് തീരും. ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസ പാത്രമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. മിശ്രവിവാഹത്തിന് ദൈവത്തിന്റെ വചനം കൂട്ടുനിൽക്കുന്നില്ല. നിങ്ങൾ വഞ്ചിതരാകരുത് എന്നും തിരുസഭയുടെ പ്രബോധനങ്ങൾ അവഗണിക്കരുതെന്നും ഈ വിശുദ്ധ ബൈബിൾ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിശ്രവിവാഹത്തിന് തയ്യാറെടുത്തവരെ അവരെ വിയോജിപ്പിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് ബന്ധത്തിലേർപ്പെടുകയും എന്നാൽ ആ വിവാഹബന്ധം പരാജയപ്പെട്ടെങ്കിലോ എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. വിവാഹം, ജീവിത പങ്കാളി, കുടുംബജീവിതം ഇതൊക്കെ ദൈവീകമായ പദ്ധതി പ്രകാരം നടക്കേണ്ടതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ദൈവഹിതം അനുസരിച്ച് ഒരു ദൈവ പൈതൽ വിവാഹം എന്ന കുദാശയിലൂടെ ഒരു വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ച് അവന്റെ ജീവിതത്തിൽ ക്ലേശങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അത് അവന്റെയും അവരുടെയും അവന്റെ കുടുംബത്തിന്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചെന്ന പോലെ പരിഭ്രമിക്കരുതെന്നാണ് വചനം പറയുന്നത്. ദൈവഹിതമനുസരിച്ചൊരു കുടുംബജീവിതം നീ കെട്ടിപ്പടുത്തുമ്പോൾ ആ കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കും. മത്തായിയുടെ സുവിശേഷം നമ്മൾ 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു: എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കുമെന്ന്. ദൈവത്തിന്റെ വചനത്തിന്റെ പുറത്ത് നമ്മളൊരു കുടുംബജീവിതം കെട്ടിപ്പടുത്തുമ്പോൾ അത് പാറയുടെ പുറത്ത് പണിതതുപോലെ ശക്തമായിരിക്കുമെന്നാണ് ഈ ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്: നല്ല സ്വഭാവമാണ്, മദ്യപിക്കാറില്ല, പുകവലിയില്ല,
ചീട്ടുകളിയില്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവം, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസമുണ്ട്. പിന്നെ ഈ വേറെ എന്താണ് വേണ്ടത്? പക്ഷേ നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയല്ല, അവനൊരു ക്രിസ്ത്യാനിയല്ല. ആ ഒരു കുറവ് മാത്രമേ അവനുള്ളൂ എന്ന് പറയാറുണ്ട്. ഇത്ര മാത്രം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. പോരാ, ഇത്ര മാത്രം നോക്കിയാൽ പോരാ. ഒരുവന്റെ പണവും, ഒരുവന്റെ വിദ്യാഭ്യാസവും, ഒരുവന്റെ ജോലിയും യോഗ്യതയും കുടുംബവും മാത്രം നോക്കിയാൽ പോരാ ദൈവ പൈതലേ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, നീ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നീ ഓർക്കണം. നീ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നലെ വരെയും നിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച യേശു ക്രിസ്തുവിനെ തുടർന്നുള്ള നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും ആ വിശ്വാസത്തിൽ ജീവിക്കുവാനും നിന്റെ തലമുറയെ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് വളർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുമോ എന്ന് ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ്, ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ പരിശോധിക്കണം. സമ്പത്തും ആരോഗ്യവും വിദ്യാഭ്യാസം മാത്രം നോക്കിയാൽ പോരാ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബദലായി എന്ത് യോജിപ്പാണ് ഉള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവില് ഉള്ളത് എന്ന് അപ്പോസ്തലൻ ഇവിടെ ചോദിച്ചു വെക്കുന്നുണ്ട്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 6-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഇനി എനിക്കൊരു വിവാഹം വേണ്ട എന്ന് പറയുന്ന സഹോദരി സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു ചിന്താരീതി ശരിയല്ല. ആ ഒരു ചിന്താരീതി ഒരു ദൈവത്തിന്റെ പൈതലിന് യോജിച്ചതല്ല. അത് ദൈവത്തിന്റെ ഹിതമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ഒരു നിർദ്ദേശം നൽകുമ്പോൾ, ദൈവത്തിന്റെ സഭ നമുക്ക് പ്രബോധനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ അതിനെ അനുസരിക്കാതെ തന്നിഷ്ടക്കാരായിട്ട് മുന്നോട്ട് പോയാൽ അതൊരിക്കലും നമുക്ക് അനുഗ്രഹമാകുവാനായിട്ട് പോകുന്നില്ല. പ്രഭാഷകൻ എഴുതിയ പുസ്തകം 3-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച കേൾക്കുന്നുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും, പാപം കുന്നുകൂട്ടുമെന്ന് ദൈവത്തിന്റെ വചനം അവിടെ പ്രതിപാദിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവാഹം എന്ന കുദാശ അത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മാത്രം ഉണ്ടാകേണ്ടതൊന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് വിവാഹം നടക്കേണ്ടത് ദൈവത്തിന്റെ ആലയത്തിൽ വെച്ചാണ്. കാരണം വിവാഹം എന്ന കൂദാശയാണ്. വിവാഹം എന്ന കൂദാശ നടക്കുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. അവിടെ പുരോഹിതനുണ്ടാകണം, അവിടെ സാക്ഷികൾ ഉണ്ടാകണം. പുരോഹിതന്റെയും സാക്ഷികളുടെയും മധ്യേ ദേവാലയത്തിൽ വെച്ച് ഒരു വിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ വെച്ചാണ് ഒരു ദൈവ പൈതൽ വിവാഹമെന്ന ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതും ഒരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ് വചനം പറയുന്നത്. നിന്റെ കുടുംബത്തിൽ നീയും നിന്റെ ഭർത്താവും നീയും നിന്റെ തലമുറയും
ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ആ കൂട്ടായ്മകൾ ദൈവാനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മകളായിട്ട് മാറണമെങ്കിൽ നിനക്കൊരിക്കലും ഈശോയെ നഷ്ടപ്പെടാനായിട്ട് കാരണമാകരുത്. കുടുംബജീവിതത്തിൻ്റെ പേരിൽ, ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേരിൽ ഈശോ നമുക്കൊരിക്കലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല. ആരെങ്കിലുമൊക്കെ പ്രത്യേകമായ സാഹചര്യത്തിൽ, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു മിശ്രവിവാഹത്തിലേക്ക് പോകുമ്പോൾ സഭ നമ്മളോട് പറയുന്നുണ്ട്, അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച, വിശ്വാസം സ്വീകരിച്ച, ദേവാലയത്തിൽ വന്ന് വിവാഹം എന്ന കുദാശയിലൂടെ ഒരു കുടുംബജീവിതം ആരംഭിക്കണമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നേ ദിനത്തിൽ നമ്മൾ ഈ മിശ്രവിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, സ്വർഗത്തിന്റെ മനസ്സ്, ഈ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വചനം അതിന് എതിരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും ഒരുപക്ഷെ പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനൊരു ബന്ധങ്ങളിൽ ആയിപ്പോയിട്ടുള്ളവരോട് സഭ നിരന്തരമായിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് യേശുവിനെ കുറിച്ച് പറയുകയും നിങ്ങൾക്ക് ഈ ഒരു വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടത്തെക്കുറിച്ച്, വലിയ നഷ്ടം നസ്രായനായ ഈശോയെ, വിശുദ്ധ കുർബാന, ഉദാശപരമായൊരു ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് എൻ്റെ പങ്കാളിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവനോ അവളോ നിന്റെ വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമാകും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നുണ്ട്, വിവാഹമെന്ന ബന്ധത്തിലൂടെ അവിശ്വാസിയായവൻ വിശ്വാസത്തിലേക്ക്, ഭാര്യയുടെ വിശ്വാസം കണ്ട് വിശ്വാസത്തിലേക്ക്, ഭർത്താവിന്റെ വിശ്വാസം കണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമാകണമെന്ന് ഇന്നേ ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവീകമായ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ. ക്രിസ്തുവാകുന്ന വചനത്തിന്റെ പുറത്ത് നമ്മുടെ കുടുംബങ്ങൾ കെട്ടിപ്പടുത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ വചനം ഓർമ്മപ്പെടുത്തുന്നു, ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നുപോകില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ലോകം പറയുന്നതല്ല, സ്വർഗത്തിന്റെ മനസ്സെന്ന് ദൈവ പൈതലെ നീ നിരന്തരമായിട്ട് ഓർക്കണേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.